അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ. ഇന്ന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കല്യാണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിന് പോവാണ്. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ വെറൈറ്റി സംഗതിയാണ്. ഇവിടുത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കാണേണ്ട ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോവാണ്. ഇവിടെയൊക്കെ ഫസ്റ്റ് നിൽക്കാണ്. ഇപ്പോൾ 10 മണിക്കൊക്കെ ഇവിടെ നിൽക്കാതെ തുടങ്ങും. തലേ ദിവസം 2-3 മണി വരെ ഫുള്ള് പാട്ടും അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ 10 മണിയാണെങ്കിലും ഇല്ല, ഒരു വെയിലാണ്. അപ്പം എന്തായാലും ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കണ്ട, അതാണ് നമ്മളെ നാട് കേട്ടോ. ചെറിയ ആളും മനുഷ്യനൊന്നും ഇല്ല, ഫുള്ള് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ. പിന്നെ കുറേ കല്ലുകൾ കാണും, പാറകൾ, പിന്നെ ഇങ്ങനെ വിജനമായിട്ടുള്ള റോഡും ഭയങ്കര വെയിലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്. അതുപോലെ തന്നെ ഇവിടെ മെയിൻ കൃഷികളാണ് കേട്ടോ. മെയിൻ കണ്ട മാങ്ങത്തോട്ടങ്ങളുടെയൊക്കെ കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഇഷ്ടംപോലെ മാങ്ങത്തോട്ടങ്ങൾ കാണാൻ കഴിയും ഇവിടെ. ഇവിടെ ബാംഗ്ലൂർ സൈസ് മാങ്ങ, വലിയ വലിയ ടൈപ്പ് മാങ്ങകൾ. അങ്ങനത്തെ ഫൈനലി നമ്മളിതാ കല്യാണത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാരൊന്നുമില്ല, ചെറിയ വില്ലേജ് ആയതുകൊണ്ട് പരിമിതമായിട്ടുള്ള ആളുകളൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെക്കൻ്റെ ഡ്രസ്സായിരുന്നു കേട്ടോ. ഈ 5-6 കിലോ തൂക്കമുള്ള ഈ ഡ്രസ്സ് മൊത്തത്തിൽ മൂടിയിട്ട് വരുന്ന ചെക്കന് സമ്മതിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് 2 കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം 2ാമത്തെ കല്യാണത്തിലാണ് നമ്മളുള്ളത്. പിന്നെ നല്ല ആന്ധ്ര സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഗായ്സ് നമ്മൾ ഈ നിൽക്കുന്ന ആന്ധ്രാപ്രദേശിലെ അവിടുത്തെ കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞൊക്കെയാണ് കേട്ടോ. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കല്യാണമാണ്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു കല്യാണമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുക അവരുടെ ആ ഡ്രസ്സ് കണ്ടില്ലേ, കല്യാണ ചെക്കൻ്റെ ആ ഇട്ട ഡ്രസ്സെല്ലാം മൊത്തത്തിൽ ആ ഒരു കോസ്റ്റ്യൂം അത് ജസ്റ്റ് ഏകദേശം 18,000 രൂപയുടെ വില വരുന്ന സാധനമാണ്. മുല്ലപ്പൂവൊക്കെ ചേർത്തിട്ട് ഒരു 5-6 കിലോൻ്റെ സാധനം ഉണ്ടാവും. അതൊക്കെ പിടിച്ചിട്ട് വേണം കല്യാണ ചെക്കൻ വരാൻ. പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കല്യാണം ഭയങ്കര ചീപ്പാണ് കേട്ടോ. ചെറിയ ഗ്രാമമാണ്. അതോ ഇവിടെ ചെക്കൻ്റെ വീട്ടുകാർക്ക് മഹറായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നത് വെറും 3 ഗ്രാമാണ് ഇവിടെ കൊടുക്കൽ. നോർമലി അങ്ങനെയാണ് എല്ലാവരും. അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കൽ മാക്സിമം 5 പവനൊക്കെ കൊടുക്കൽ. പിന്നെ നൈസായിട്ടുള്ള കല്യാണമാണ്, അങ്ങനെ ചെറിയ ചിലവിലുള്ള കല്യാണമാണ്. ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ തലേ ദിവസത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഫുള്ള് പാട്ട് അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഏകദേശം 2 മണി വരെ ഫുള്ള് പാട്ടും കൂത്തും അങ്ങനത്തെ സംഗതികളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെന്നൊക്കെ പറയുമ്പോഴേ ഇപ്പോൾ ഈ പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവർ കടം മേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇതാക്കിയിട്ട് കല്യാണം കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടാൻ വേറെ സംഗതികളൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ കല്യാണം കാണാൻ നൈസായിട്ട് അവർ സിമ്പിളായിട്ടുള്ള കല്യാണമാണ് കേട്ടോ. വലിയ ആർഭാടം സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ ചെറിയ സിമ്പിളായിട്ടുള്ള കാറിൽ വന്ന് അങ്ങനെ ചെറിയ സെറ്റപ്പിലേക്കുള്ള കല്യാണമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളോട് കല്യാണം കഴിഞ്ഞപ്പോൾ ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനത്തേക്ക് കൊടുക്കുമെങ്കിൽ ഇവിടെ വെറ്റില അങ്ങനത്തെയൊക്കെ സെറ്റപ്പാണ്. എനിവേ ഒരു അടിപൊളി ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.